ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഫാർമസി റിലേറ്റഡ് കോണ്ടൻ്റ് ആണ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. എൻ്റെ 2-3 പഴയ വീഡിയോയുടെ താഴെയാണ് കുറേ കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു റിലേറ്റഡ് ടു ബി ഫാർമസി അഡ്മിഷൻ, അങ്ങനത്തെ കുറേ കൈൻഡ് ഓഫ് തിങ്സ്. പിന്നെ ഞാനിപ്പോൾ കറൻ്റ്ലി ജോലി ചെയ്യുന്ന അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഞാൻ റാൻഡമായിട്ടൊരു 5-6 ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്, അതിന് ആൻസർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതായിരിക്കും ഇന്നത്തെ വീഡിയോ. വെൽക്കം ബാക്ക്. ഞാൻ ക്വസ്റ്റ്യൻസ് ഇവിടെ എവിടെയെങ്കിലും സ്ക്രീനിൽ എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് ജോബിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഐ എം സൂപ്പർ സാറ്റിസ്ഫൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കിഷ്ടമാണ് ഈ ജോബ്. അതൊക്കെ എത്ര ഹാർഡ് ഡേയ്സ് ടഫ് ഡേയ്സ് ഒക്കെ വന്നാൽ പോലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. അതുപോലെ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡും ഹാപ്പിയുമാണ്. ഇതൊരു എൻ്റെ ഡ്രീമായിരുന്നു. എനിക്ക് ഫാർമ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ഡ്രീമാണ്. എങ്ങനെയൊക്കെയോ കുറച്ച് കുറച്ച് ടെൻഷനൊക്കെ അടിച്ചിട്ടാണ് ജോബ് കിട്ടിയതും. അപ്പോൾ കൈയിരിക്കുന്നതും ഞാൻ ഭയങ്കര സൂപ്പർ സാറ്റിസ്ഫൈഡാണ്, ഗ്രേറ്റ്ഫുള്ളാണ്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ തോന്നാറുണ്ട് ഇങ്ങനെ ഒരു റെസ്റ്റും ഇല്ലല്ലോ, എന്നും ഇങ്ങനെ റോബോട്ട് പോലത്തെ ലൈഫാണ്, എന്നും ഒരേ കാര്യം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ലൂപ്പിലാണെന്നൊക്കെ. ബട്ട് അതും ഒരു നല്ല കാര്യമാണ് ലൂപ്പിലാവണത്. ഇല്ലാതിരിക്കണതിനെക്കാട്ടി ബെറ്റർ ലൂപ്പിലായിട്ടിരിക്കണതാണ്. ഐ ആം സാറ്റിസ്ഫൈഡ്, 100% സാറ്റിസ്ഫൈഡ്. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ എൻ്റെ കാര്യം. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേർക്ക് അവർക്കൊന്നും ഇഷ്ടപ്പെടാത്തവരുമുണ്ട് ഫാർമ ഇൻഡസ്ട്രി. കുറച്ച് ഹാർഡാണ് എന്നൊക്കെ പറയുന്നവരുമുണ്ട്. അപ്പോൾ 2 ഒപ്പീനിയനുള്ള ഒരു ഇതാണ്. ചിലവർക്ക് ഇഷ്ടപ്പെടാതെ വരുമായിരിക്കും. ബട്ട് എൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ഗുഡ്. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ജോബ് ഫ്രഷേഴ്സിന് കിട്ടാൻ ബുദ്ധിമുട്ടാണോ എന്ന്. ദ ആൻസർ ഈസ് യെസ്. എന്ത് പറയാൻ, എനിക്ക് ഇപ്പോൾ തോന്നുന്നു കോളേജിൽ നിന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഡസ്ട്രിയിലോട്ട് കയറാൻ കുറച്ചും കൂടെ എളുപ്പമാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അന്ന് എനിക്കറിഞ്ഞൂടായിരുന്നു എങ്ങനെയാണ് സംഭവം അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെ നമ്മൾ കയറുമെന്ന്. അപ്പോൾ ഇപ്പം ഞാനൊരു ഫ്രീ ടിപ്പ് ഓർ അഡ്വൈസ് തരാം. കുറേ ഫാർമ ഗ്രൂപ്പ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകൾ, ടെലിഗ്രാം ഗ്രൂപ്പുകളൊക്കെ. അപ്പം അതിൽ ഞാനിപ്പോൾ കറൻ്റ്ലി അപ്രൻറ്റിസ്ഷിപ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിപ്പം കറൻ്റ്ലി നോക്കുമ്പോഴേക്കും കുറേ കോളേജ് കഴിഞ്ഞ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് കുറേ അപ്രൻറ്റിസ്ഷിപ്പ് പ്രോഗ്രാംസ് വരുന്നുണ്ട്. കുറേ നല്ല നല്ല കമ്പനീസ്, ലൂപ്പിൻ, മൈലാൻ, സിപ്ല, സൺഫാർമ, അങ്ങനെ നല്ല നല്ല കമ്പനിയിൽ നിന്നൊക്കെ അപ്രൻറ്റിസ്ഷിപ്പ് ചെയ്യാനുള്ള 1 ഇയർ അപ്രൻറ്റിസ്ഷിപ്പ് ചെയ്യാനുള്ള കുറേ വരുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു എങ്ങനെയാണെന്നൊക്കെ. ത്രൂ ഇൻ്റർവ്യൂ ആയിരിക്കും അതും എടുക്കുന്നത്. എന്നാലും ഭയങ്കര വലിയ ഇൻ്റർവ്യൂ കൈൻഡ് ഓഫ് തിങ്സ് ഒന്നുമല്ല. ജസ്റ്റ് ഒരു സിമ്പിൾ ഇൻ്റർവ്യൂവിൽ കൂടെ നമുക്ക് കിട്ടാന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ കുറേ വാട്സപ്പ് ചാനൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ത്രൂ ലിങ്ക്ഡിൻ അറിയാൻ പറ്റും. ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് എഴുതിയിരിക്കും ഫോർ അപ്രൻറ്റിസ്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്രൻറ്റിസ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫാർമ ഇൻഡസ്ട്രിയിൽ നമുക്കൊരു എൻട്രി ലെവൽ ഒരു തിങ്ങാണ് അപ്രൻറ്റിസ്ഷിപ്പ്. അപ്പോൾ 1 ഇയർ അപ്രൻറ്റിസ്ഷിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി അതൊരു കൈൻഡ് ഓഫ് ഒരു ട്രെയിനിങ് പീരീഡാണ്. അപ്പോൾ എൻ്റെ അപ്രൻറ്റിസ്ഷിപ്പ് നെക്സ്റ്റ് മന്ത് കഴിയും. ഞാൻ 1 ഇയർ കംപ്ലീറ്റ് ആകുന്നു. അങ്ങനെയാണ്. പിന്നെ നമ്മൾ ഈ അപ്രൻറ്റിസ്ഷിപ്പ് കഴിഞ്ഞാലും വേറൊരു സർപ്രൈസ് ഉണ്ട്. കഴിയാറാകുമ്പോഴാണ് നമ്മൾ അറിയാൻ പോണത് നമ്മൾ സ്റ്റിൽ ഫ്രഷറാണെന്ന്. നമ്മൾ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞതേ. അപ്പോൾ ഞാനും കറൻ്റ്ലി ഫ്രഷറാണ്. ഞാനും ഇങ്ങനെ ജോബ് സെർച്ച് ചെയ്യുന്നു, അങ്ങനെ ഒരു ഫേസിലാണ്. എനിക്കിപ്പം മനസ്സിലായി അപ്രൻറ്റിസ്ഷിപ്പ് പിന്നെ എളുപ്പമാണ്, ഫ്രഷേഴ്സിനാണ് ബുദ്ധിമുട്ടെന്ന്. എല്ലാവർക്കും ജോബ് അവർ ഇതിടുന്നത് 2 to 2 ആണ് സ്റ്റാർട്ടിങ്. 2 to 4, 2 to 3 അങ്ങനെ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസിനൊക്കെയാണ് ജോബ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇടുന്നത്.
മറ്റേത് അപ്രന്റീഷിപ്പ് ഒന്ന് സ്പെസിഫൈ ചെയ്യും, അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് കയറാം. ഇത് 1 ഇയർക്കും വേണ്ട 2 അങ്ങനെ ഇടും. സോ കുറച്ച് എനിക്ക് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുന്നു. ഡിഫിക്കൽട്ടാണ്, ബട്ട് സ്റ്റിൽ കിട്ടും, എവിടെയെങ്കിലുമൊക്കെ കിട്ടും. നമ്മൾ കുറച്ച് സെർച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെയൊക്കെ ത്രൂ ലിങ്ക്ഡിനിൽ ആക്റ്റീവ് ആവണം. ലൈക്ക് വാട്സാപ്പിൽ ഓരോ ലിങ്ക് എടുത്തിട്ട് നമ്മൾ നോക്കണം, അപ്ലൈ ചെയ്യണം, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. അങ്ങനെ കുറച്ച് ഡിഫിക്കൽട്ടാണ്, സ്റ്റിൽ കിട്ടും. സോ നമ്മുടെ 3rd ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻ അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല. സെൽഫ് ഫിനാൻസിങ് ഈക്വൽ ടു പ്രൈവറ്റ്, രണ്ടും സെയിം ആണ്. സോ 90% ഉണ്ടെങ്കിൽ കണ്ടിപ്പാ കിട്ടും, ലൈക്ക് ഷുവറാണ് കിട്ടും. ഒരു 80% എബോ ഉണ്ടെങ്കിൽ പ്രൈവറ്റിൽ എല്ലാ കോളേജസിലും കിട്ടും എന്നാണ് എൻ്റെ ഒരു ഇത്. സോ ട്രൈ ചെയ്യൂ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അൽഷിഫയിൽ പ്ലേസ്മെൻറ്റ് നടക്കാറില്ലേ എന്ന്. സോ സത്യം പറയുകയാണെങ്കിൽ ലൈക്ക് ഞാനൊക്കെ അവിടെ പാസ് ഔട്ട് ആവുന്ന ഇയറിൽ നടന്നിട്ടുണ്ടായിരുന്നു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്, അങ്ങനെ കുട്ടി ഇങ്ങനെ കൈൻഡ് ഓഫ് പ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പ്ലേസ്മെൻറ്റ്സിൽ കുറച്ചും കൂടെ ആക്റ്റീവ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് ഇപ്പോഴത്തെ ഒരു കാര്യം ഞാൻ ജൂനിയേഴ്സിൻ്റെ നിന്ന് അറിഞ്ഞത്, ലൈക്ക് എനിക്ക് തൊട്ട് താഴെയുള്ള ജൂനിയേഴ്സ് ഇപ്പോൾ പാസ് ഔട്ട് ആയതേ ഉള്ളൂ. അപ്പോൾ അവരിൽ നിന്നും എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ ഇപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവിടെ നടക്കണില്ല എന്നാണ്, നടക്കുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. കറൻ്റ്ലി ഇല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. പ്ലേസ്മെൻ്റ് ഒക്കെ നടക്കുന്ന കോളേജസ് പറയുമെന്ന്. എൻ്റെ മൈൻഡിൽ അങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് പറഞ്ഞത് നെഹ്റു കോളേജാണ്, ഐ തിങ്ക് തൃശ്ശൂർ. അവിടെ ഞാൻ കുറേ ഇങ്ങനെ ഗ്രൂപ്പിലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ലൈക്ക് അവിടെ വെച്ചിട്ട് ഞാനിപ്പം വർക്ക് ചെയ്യുന്ന മൈലാൻ്റെ ഇൻ്റർവ്യൂ അവിടെ വെച്ചിട്ട് നടന്നിട്ടുണ്ടായിരുന്നു, അവിടെ വെച്ച് നടക്കാറുണ്ട്. മൈലാൻ ഏതൊക്കെയോ നല്ല ഫാർമ ഇൻഡസ്ട്രിയുടെ ഇൻ്റർവ്യൂ അവിടെ വെച്ച് നടക്കാറുണ്ട്. ഇൻഡസ്ട്രി മാത്രമല്ല, മെഡിക്കൽ ട്രിപ്പ്, അങ്ങനത്തെ കുറേ കൈൻഡ് ഓഫ് ഐ തിങ്ക് അപ്പോളോ ഫാർമസി, അതിൻ്റെയൊക്കെ ഇൻ്റർവ്യൂ അവിടെ നടക്കാറുണ്ട്. പിന്നെ അമൃത കോളേജിൽ പ്ലേസ്മെൻറ്റ് കാര്യങ്ങളുണ്ട് എന്നാണ് എനിക്കറിയാമെന്നുള്ളത്. സോ ഞാൻ ഫസ്റ്റായിട്ട് പറയണത് ഓൾവേസ് നെഹ്റു കോളേജാണ്. സോ ഓക്കെ, അപ്പോൾ ഇതാണ് ബഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ലൈക്ക് ഇനിയും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കണ്ട ഒരു റാൻഡം 5 to 6 ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ഞാൻ ആൻസർ ചെയ്തതാണ്. സോ ഇനിയും ഇതുപോലെ റിലേറ്റഡ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടിരുന്നാൽ മതി. ഞാൻ റാൻഡം എന്നല്ല, ഞാൻ എല്ലാം എടുത്തിട്ട് ഒരു നെക്സ്റ്റ് വീഡിയോ ഉണ്ടാക്കിയിട്ട് അതിലെല്ലാം ആൻസർ ചെയ്യാം. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. സോ ഈ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.